ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 62. ഷോ നവാസിന്റെ ഷോ ആണ് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം. സോറി ഫോർ ദ ലേറ്റ് അപ്ലോഡ് ഓഫ് ദിസ് വീഡിയോ. ഇന്നലെ ഇന്നൊക്കെ ലേറ്റ് ആണ് ബിക്കോസ് ഐ വാസ് ലിറ്റിൽ ബിസി ഇൻ സം അതർ എൻഗേജ്മെന്റ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇനി ഏർലി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഈ 2 എപ്പിസോഡല്ലേ ഇന്നലെ ഇന്നോട്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പം ഇന്ന് ഷോ നവാസിൻ്റെ കളികൾ രാവിലെ തന്നെ തുടങ്ങുകയാണ്. അനീഷിനെ വെറുപ്പിച്ചൊരു വഴിക്കാക്കുന്നുണ്ട്. അനീഷിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഷോ നവാസിന്റെ ഷോയും ഷോ നവാസിന്റെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഏറെക്കുറെ അനീഷ് അത് വിട്ട് പറയില്ല. അത് വിട്ട് പറയാത്ത എന്താ പറയാ, അനീഷ് ഓൾറെഡി ലാലേട്ടന് മുന്നിൽ ഒരു കമ്മിറ്റ്മെന്റ് പോലെയാണല്ലോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എടുത്ത് തലയിൽ വെച്ചേ. അപ്പൊ ഇതൊരു പൊട്ട ഫ്രണ്ട്ഷിപ്പാണ്, അല്ലെങ്കിൽ അതൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഫെയിലിയർ ആണല്ലോ അത്. അതുകൊണ്ട് മാത്രമാണ് അയാൾ സഹിച്ചു പിടിച്ചിരിക്കുന്നത് തോന്നുന്നു. ഇല്ലെങ്കിൽ ഷോനവാസിന് അയാൾ ഇപ്പൊ തന്നെ ഓരോ കാര്യങ്ങളെല്ലാം എതിർക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അത്ര വലിയൊരു എന്താ പറയാ ഭയങ്കര സൗണ്ട് അല്ല, ഒരു മീഡിയോക്കർ ലെവലിൽ മാത്രമാണ് അനീഷ്. ബാക്കിയുള്ളവരെ അടിക്കുന്ന പോലെ അല്ല ഷാനവാസിനെ അടിക്കുന്നത്, ഒരു മീഡിയോക്കർ ലെവലിലാണ് അടിക്കുന്നത്. ഇതാണ് പ്രശ്നം. അതായത് ആ ഒരു ലാലേട്ടൻ പറഞ്ഞുണ്ടാക്കിയ, ബിഗ് ബോസ് പറഞ്ഞുണ്ടാക്കിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തെറ്റുണ്ടല്ലോ ബോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതെ, അതില് പെട്ടിട്ടാണ് ചങ്ങായി. ഇയാൾ എന്ത് ഷോയാണ്, വെറും പട്ടി ഷോ. എന്റെ പട്ടികൾ ഇത്ര ഷോ കാണിക്കില്ല, എന്റെ വീട്ടിലെ പട്ടികൾ അവരും കൂടി ഇത്ര ഷോ കാണിക്കില്ല. എനിക്ക് ലിറ്ററലി ഷാനവാസിനെന്ന് കണ്ടപ്പോ എന്താ ഓർമ്മ എന്നറിയോ? കഴിഞ്ഞ കൊല്ലത്തെ ജിൻഡോ, പ്രോമാക്സ് ജിൻഡോ ആണ് ആര്? ഈ ഷാനവാസ്. അതായത് അയാള് ചെയ്ത തെണ്ടിത്തരം ന്യായീകരിക്കാൻ ഏത് ലെവല് വരെ അയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കും, നുണ പറയും, പറഞ്ഞത് മാറ്റി പറയും, ഒക്കെ ചെയ്യും. പിന്നെ വീട്ടിലുള്ളവരെ പറയും. പിന്നെ ഫസ്റ്റ് ദിവസം മുതൽ എല്ലാവരും വീട്ടിലുള്ളവരും പറയുന്നുണ്ട്. അങ്ങനെ അതായത് ഒരു മെയിൽ മറ്റേ ഡോമിനൻസി, മെയിൻ ഷോവനിസം എന്ന് ഞാൻ പറയില്ല, മെയിൽ ഡോമിനൻസി, മെയിൽ ഷോവനിസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ക്ലാസ് ആയിട്ടാണ് അത് കാണിക്കുക. മെയിൽ ഷോവനിസം കാണിക്കാറുള്ള കുറച്ചും കൂടി ഒരു ആറ്റിറ്റ്യൂഡ് ക്ലാസി ആയിട്ടാണ്. ഇത് മെയിൽ ഡോമിനൻസ് അത് ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു ചങ്ങാതി. ഇന്ന് ഈ ബിന്നി മാരിനും ഇരുന്ന് പറഞ്ഞിട്ടില്ലേ, തീട്ടം ചാരിയ തീട്ടം മണക്കുന്നുള്ള വർത്താനൊക്കെ. ചെങ്ങായി, ഞാൻ ആദ്യം വിചാരിച്ചത് മലപ്പുറത്തിന് നല്ല പേരുണ്ടാക്കി തരുന്നതാണ്. ഇത് മലപ്പുറത്തിന് കെട്ട പേരും കെട്ടുകെട്ട പേരും ഉണ്ടാക്കി തരുമല്ലോ ഈ ചെങ്ങായി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഷോയിൽ ഇയാൾ മുന്നോട്ട് പോകുന്നതോറുണ്ടല്ലോ ഇമാതിരി ആറ്റിറ്റ്യൂഡും കൂടി ആണെന്നുണ്ടെങ്കിൽ മലപ്പുറക്കാരെ പേരും കൂടി ഇജ്ജ് കളയുമല്ലോ എൻ്റെ പൊന്നെ ഷോനവാസേ. ഇജെന്താണ് ചെങ്ങായി അക്ബർ പാടിയത്? പാട്ട് പൊളി ഐറ്റം. വീട്ടുകാർ വന്നു പോയതിനു ശേഷം എല്ലാവർക്കും ഓരോരോ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഷാനവാസിന്റെ കുറിച്ചുള്ള നമ്മളുടെ അക്ബറിന്റെ പാട്ടൊക്കെ ആ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഉമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്ത് എൻ്റെ പാട്ടൊക്കെ ഒന്ന് കുറച്ച് ഇതാക്കണം, എൻ്റെ പാരഡിയൊക്കെ ഭയങ്കര സെറ്റപ്പാന്നുള്ള സംഗതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ നമ്മളുടെ അനീഷിന്റെ ഓട്ടം, അനീഷിന്റെ മറ്റേ ബെല്ലടിക്കുമ്പോഴത്തേക്ക് സ്റ്റോർ റൂമിലേക്കുള്ള ഒരു ഓട്ടം. അക്ബർ എന്ന് വാതിലൊക്കെ പൂട്ടിയൊക്കെ വെച്ചൊന്നും എല്ലാ സീസണിലും എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. അത് യൂഷ്വൽ സാധനമാണ്. അത് ശരിക്കും എന്താ പറയുക, അനീഷ് ഇപ്പൊ എല്ലാ സീസണിലും ക്യാപ്റ്റന്മാരാണ്. ആ വീക്ക് ക്യാപ്റ്റന്മാരാണോ അവരാണ് എന്ത് ചെയ്യുക, ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്റ്റോർ റൂമിൽ പോവുക. അതൊരു റൂളാണ്. അങ്ങനെ റൂള് ആണ്ട് ഉണ്ടാക്കുകയാണ് എല്ലാവരും. കാരണം എല്ലാ റെസ്പോൺസിബിലിറ്റി ഒരു ക്യാപ്റ്റന് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. പക്ഷെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷാണ് ഈ 100 ദിവസം, അനീഷ് നിൽക്കുകയാണെങ്കിൽ 100 ദിവസം ക്യാപ്റ്റൻ അനീഷാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അനീഷ്. അപ്പം അനീഷ് അത് വിട്ടുകൊടുക്കില്ല. അനീഷ് ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട്. പിന്നീട് ക്യാപ്റ്റൻസിൽ ഞാൻ ആദ്യത്തെ 2 ദിവസം പോയി എന്നാണ് പറഞ്ഞത്. അനീഷിനത് വേണമെന്നുള്ള നിലയ്ക്ക് തന്നെ അനീഷ് എന്ത് ചെയ്യില്ല, വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് അനീഷ് നിൽക്കില്ല. അനീഷ അതൊന്ന് പിടിക്കാത്ത ആ ഒരു എന്താ പറയാ, ആ ഒരു സാധനം അയാൾ വിട്ടുകൊടുക്കാൻ കണ്ടിട്ടില്ല. അതിനുശേഷം ജയിൽ നോമിനേഷൻസ് വന്നു. ഷാനവാസിനി നമ്മളുടെ അനീഷിനെ എല്ലാവരും കൂടെ ഉണ്ട് ജയിൽ നോമിനേറ്റ് ചെയ്തു. ഞാൻ സത്യത്തിൽ ജയിൽ നോമിനേഷൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഗ്രൂപ്പിലൊക്കെ വന്ന ക്ലിപ്പുകൾ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണെങ്കിലും ഓബ്വിയസ് ആയിരുന്നു ഷാനവാസും അനീഷും 2 പേരുകൾ. അതിനുശേഷമാണ് കുറ്റങ്ങളെ ആനയിച്ച് ജയിലിലേക്ക് 2 പേരെയും കൊണ്ടുപോയത്. അവിടെയാണ് അക്ബറിന്റെ പാട്ട്. പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാട്ടായിരുന്നു അത്, കിണ്ണം പാട്ട്. അതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷൻസ് ആണ് വന്നത്. ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഗിസേൽ, ആദില ആൻഡ് ലക്ഷ്മി, ഈ 3 പേരാണ് വന്നത്.
ഇപ്പൊ പുറത്തൊക്കെ റൂമേഴ്സ് പറഞ്ഞു കേൾക്കുന്നത് ഗിസേൽ അല്ലേ ഇറക്കി വിട്ട് ഗിസേലിലെന്നൊക്കെയാണ്. അറിയില്ല, നമുക്ക് അതിനൊരു കൺഫർമേഷൻ നമുക്കില്ല. എന്ത് ഷോക്ക്, ഗിസേലാണ് പോണെന്നുണ്ടെങ്കിൽ ഒരു ഷോക്കും എനിക്കില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഒരു കണ്ടന്റും ഇല്ല. ആകെ ഒരു ആര്യനായിട്ടുള്ള എന്തോ ഒരു കോംബോ മണക്കുന്ന ഒരു ഐറ്റം ഇങ്ങനെ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയത് കറങ്ങി തിരിയണു. ഈ പറഞ്ഞ ഫാമിലി റൗണ്ടിൽ ഏറ്റവും കൂടുതൽ നെഗടിച്ചത് ഗിസേലിനാണ്. കാരണം ഗിസേലിന്റെ അമ്മ കയറിയോടുകൂടി ഗിസേൽ ഈ മേക്കപ്പും ചോദിച്ച് നടന്ന പരിപാടി. പിന്നെ ഗിസേലിന് ഒരു കണ്ടന്റ് വേണമെങ്കിൽ അനുമോള് വേണം. അത് ഇന്ന് ആ ടാസ്കിനിടയിൽ നമുക്ക് മനസ്സിലായി. അനുമോക്ക് കണ്ണ് കാണണ്ട, അനുമോക്ക് കണ്ണ് കണ്ട. അനുമോൾ ഉണ്ടെങ്കിൽ ഗിസേലിന് കണ്ടന്റ് തിരിച്ച് പ്രതികരിക്കും. അനുമോൾ ഉണ്ടെങ്കിൽ മാത്രം ഗിസേലിന് കണ്ടന്റ് എന്നുള്ള വിലയ്ക്കും. ആര്യന്റെ ഒപ്പം ഒരു കോംബോ റൂമേഴ്സ് ചുറ്റി കറങ്ങുന്ന ഒരു കോണ്ടന്റും അല്ലാതെ, കാപ്പിപ്പൊടി അല്ലാതെ ഗിസേലിന് വേറെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര അൺഫെയർ ആണ്, അല്ലെങ്കിൽ സർപ്രൈസിങ് ആണ്, അല്ലെങ്കിൽ വോവടിപ്പിക്കുന്ന എവിക്ഷൻ എന്നൊന്നും പറയാനൊന്നുമില്ല. എക്സ്പെക്റ്റഡ്. എല്ലാരും പറയും മറ്റേ ഈ എന്താ പറയാ അൺഫെയർ ആകെ എനിക്ക് തോന്നി ജിഷിന്റെ ആണ്. പിന്നെ എല്ലാരും പറയും മറ്റേ സാധനല്ലേ ഈ ഗ്രൂപ്പിലൊക്കെ വരുന്ന പോളിംഗിന്റെ ലിസ്റ്റ്, ആ ലിസ്റ്റ് കണ്ടിട്ട് പറയും ആ ഇതിൽ ഗിസേലിന് വോട്ടുണ്ടല്ലോ. ഇല്ല, കഴിഞ്ഞ ആഴ്ച ഗിസേൽ താഴെയായിരുന്നു. മനസ്സിലായോ? ഇത് നിങ്ങൾ ഈ പറഞ്ഞ അൺഒഫീഷ്യൽ വോട്ട് പോൾസ് കണ്ടിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. ഫേക്കാണ്. ശരിക്ക് നോക്കിയ സമയത്ത് ഒനീൽ ആൻഡ് ഗിസേലൊക്കെ അടിയിലാണ്. ഒനീൽ, ഗിസേൽ, നെവിൻ ഒന്ന് വോട്ട്, ഈവൻ അക്ബറിന് വരെ വോട്ടില്ലടി. മനസ്സിലായോ? അക്ബറിന് വരെ വോട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യു നെവർ എന്താ പറയാ തിങ്ക് ഇവർക്ക് വോട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നു ഒന്നും തിങ്ക് ചെയ്യണ്ട. വോട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും പോയത്. അതിനുശേഷം ജയിൽ ടാസ്ക് വന്നു. അത്യാവശ്യം പണിയുള്ള പരിപാടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ആ വരയ്ക്കുക എന്നുള്ളത്. ഷോനവാസ് ആണെന്നുണ്ടെങ്കിൽ അനീഷ് ആയതുകൊണ്ട് തന്നെ അനീഷിന് ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ജയിലിനകത്ത് കിടക്കുന്ന അയാളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ വീണ്ടും ബിന്നിയെ ഇപ്പത്തെ മെയിൻ പരിപാടി ബിന്നിനെ ചൊറിച്ചിലാണ്. ബിന്നിനെ ചൊറിഞ്ഞു തുടങ്ങി ഷാനവാസ്. ബിന്നി വന്ന് പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? അനീഷ് മാത്രം പണിയെടുത്തിട്ട് കാര്യമുണ്ടോ? ഷാനവാസ് കംപ്ലീറ്റ്ലി പണിയെടുത്തില്ല, അല്ലെങ്കിൽ പണിയെടുക്കാത്ത ഒരാളാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് കിട്ടിയ ടാസ്ക് എന്ത് ചെയ്യണം? ആദ്യം ബിന്നി പറയണ്ടേ ഉള്ളുന്നാണെങ്കിലും പണിയെടുക്കില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയെടുക്കില്ല എന്ന് ബിന്നി പറയണ്ടായിരുന്നു അരിനോട്. അപ്പൊ പിന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ അതും അത് പിന്നെ അവർക്ക് ഇടപെടേണ്ട കാര്യമില്ല, അവർ രണ്ടുപേരും ചെയ്യേണ്ട കാര്യമാണ്, നോക്കേണ്ട കാര്യമാണ്. പിന്നെയാണ് അതിനുശേഷം ഡെയിലി ടാസ്ക് വന്നത്. ഡെയിലി ടാസ്കിനകത്ത് അക്ബറിന്റെ ടീം ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് നിന്നത് നമ്മുടെ ഗിസേൽ, ലക്ഷ്മി, ആര്യന്റെ ടീമായിരുന്നു. ലക്ഷ്മി കുറച്ചും കൂടി കണ്ണിങ് ആയിട്ട് കളിച്ചു അല്ലേ? ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അനുണ്ടല്ലോ, ടാസ്ക് ടാസ്ക് ചെയ്യാൻ അറിയില്ലെന്ന് ആരാ പറഞ്ഞ പറഞ്ഞുകൊണ്ടെങ്കിൽ അവന് 1000 രൂപ എക്സ്ട്രാ കൊടുക്കുക. ചെയ്യാൻ അറിയില്ല എന്താ കാണിച്ചെന്ന്. എന്തത് ഇതിലും നല്ലത് അവിടെ കിടന്ന് ഉരുളേക്കാൾ നല്ലത് വല്ല പാടത്തേക്കും കണ്ടത്തേക്കും ഇറങ്ങിയില്ല പൂട്ടിയിട്ട് പോകുന്നു. അജാതി ഫൈറ്റ് ചെയ്യുന്നു അനു കോമഡി പീസ് ചെയ്യുന്നു അനു. ലക്ഷ്മി അതിനിടയിൽ കൂടി കുറച്ച് എന്താ പറയാ കണ്ണിങ് ആയിട്ട് പോയിട്ട് പോകുന്നുണ്ട്. അനുവിന് പക്ഷെ ആയിരുന്നു നല്ല കിട്ടി ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ചാടി പറയണ കാണാൻ. പിന്നെന്ന് പറഞ്ഞാ നെവിൻ അത്യാവശ്യം ഇപ്പൊ പറഞ്ഞതിൽ എനിക്ക് ഫെയർ ആയിട്ട് ചെയ്തത്. പിന്നെ കുറെ പേർക്ക് കാണൂടെ ഇതിനകത്ത്, കാണാത്ത വിഷയമൊന്നും ഇതിനകത്ത് ഇല്ല. ചിലവർക്ക് കാണുകയൊക്കെ ചെയ്യും. അപ്പൊ എന്താണെങ്കിലും അതങ്ങനെ ആ ഒരു ടാസ്ക്. ഇതൊക്കെയാണോ ഡെയിലി ടാസ്ക്? വെറുതെ ഇരുന്ന സമയത്ത് ഒരു ഫില്ലർ കൊടുക്കില്ലേ, ജസ്റ്റ് ഇങ്ങനെ സ്പോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു ഐറ്റം പോലെ തോന്നി. അതിനുശേഷം മെയിൻ കോണ്ടാക്ട്. പിന്നെ രണ്ടാമതും എവിടെ ചെന്നു, ടോയ്ലറ്റിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ജയിലിൽ ചെല്ലുന്നു. ഷാനവാസ് കരുതി കൂട്ടി വാണ്ടഡ്ലി, അത് അതിന്റെ ഒരു ക്ലോസ് ഫുട്ടേജ് എന്താണെങ്കിലും ലാലേട്ടൻ കാണിക്കുമായിരിക്കും. നമുക്കറിയില്ല അടുത്ത ഷൂട്ട് എടി വന്നു. ഇത് മുന്നത്തല്ലേ, അപ്പൊ പിന്നെ കാര്യമില്ലല്ലോ. ഇതിപ്പോ നമ്മൾ കാണുന്നത് തലേ ഇന്ന് ഷൂട്ട് കഴിഞ്ഞു ഇന്ന് ഷൂട്ട് വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഇന്നാണ് ഷൂട്ട്, നാളെയാണ്. പക്ഷെ ഇന്നാണ് ഷൂട്ട് എന്നുള്ള മലയാളം ബിഗ് ബോസിന് ഇപ്പോ ഇന്നാണ്. പക്ഷെ നമ്മൾ കാണുന്നത് സെയിം സാറ്റർഡേ സൺഡേ നമ്മൾ കാണും. എന്തോ തമിഴ് ബിഗ് ബോസുമായിട്ട് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്തോ പരിപാടിയാണ്. എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി കാണിക്കും. അതിനുള്ള സ്പേസ് അവർക്കുണ്ട്. ഷാനവാസ് കരുതി കൂട്ടി അവിടെ ഇരുന്ന മാവുള്ള കയ്യിലെടുത്ത് ബിന്നിയുടെ മേത്ത് കുടഞ്ഞ് തന്നെയാണ് ലൈവിലടക്കം ആൻഡ് നമ്മുടെ എപ്പിസോഡിലടക്കം ബിന്നിയുടെ തലയിലും മേത്തൊക്കെ ഈ മാവ് കിടക്കുന്നത് നമുക്ക് വളരെ വിസിബിളും ആയിരുന്നു. അല്ലേ? ഷാനവാസ് മനഃപൂർവ്വം തന്നെ പറഞ്ഞത്, അല്ലാതെ പറഞ്ഞ പോലെ നോണ പറയണ പോലെ ഒന്നല്ല. സംഗതി ബിന്നി ചൊറിഞ്ഞു.
ചൊറിഞ്ഞു. അതുണ്ട്. ചൊറിയാനുള്ള റീസൺ എന്താ? പണിയെടുക്കുന്നില്ല. ആസ് എ ക്യാപ്റ്റൻ പണിയെടുക്കാൻ പറഞ്ഞു. അതിന് ഷാനവാസ് ക്യാപ്റ്റൻ സൂപ്പറാന്ന് പറയാൻ പറഞ്ഞു. അത് ക്യാപ്റ്റൻ സൂപ്പറാന്ന് പറയാൻ കാരണം എന്താ? ഷാനവാസെ പണിയെടുക്കുന്നു മാത്രമാണ് ആദ്യം വളരെ ഓക്കെ ആയിട്ടാ പിന്നെ പോയി പറഞ്ഞ അവിടെ. അപ്പൊ എടി വാടി പോടി വീട്ടുകാരും അകത്തു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പെൺകോന്തൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആരെ? നൂബിന്. ഇയാള് ആരാന്ന് ഇയാളെ വിചാരം എനിക്ക് അറിയാൻ പാടില്ല. ആരാണ് ഇയാളെന്ന് എനിക്ക് അറിയാം. ഷാനവാസ് ഇങ്ങനെ കടന്ന ഡയലോഗ് ശരിക്കും ലക്ഷ്മിന്റെ ഇടയിൽ കയറി വള്ളി പിടിച്ചാണ്. ലക്ഷ്മി പിന്നെ അങ്ങനെയാണല്ലോ. ഇപ്പൊ കരണ്ടി വീട്ടിലെ ടാർസൻ ലക്ഷ്മിയാണ്. എല്ലാ വള്ളിയും കയറി പിടിക്കും. അപ്പൊ ബിന്നിയും ഷാനവാസും കൂടി ഉള്ള ഒരു വള്ളി ലക്ഷ്മി കയറി പിടിച്ചു. ലക്ഷ്മിയുടെ ആ കയറിപ്പിടുത്തം യൂഷ്വൽ സാധനം തന്നെ. എന്നെ എടി വിളിക്കരുത്, എന്നെ എടീന്ന് ഒരാള് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് മാറിപ്പോണം. ലക്ഷ്മി ചെയ്യേണ്ട എന്താ? എടീന്ന് വിളിക്കരുത്, എന്നെ എടീന്ന് വിളിക്കരുത്, ജസ്റ്റ് വാക്ക് ഔട്ട് ഫ്രം ദെയർ. കഴിഞ്ഞു. കാരണം നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ അല്ല, അത് ബിന്നി ഷാനവാസും തമ്മിലുള്ള ഇഷ്യൂ. പക്ഷെ അത് ലക്ഷ്മിയുടെ ഇഷ്യൂ ആക്കി എടുത്ത് കസാല ഇട്ട് അവിടെ ഇരുന്നു. അതവരെ ഗെയിം. ഐ അപ്രീഷിയേറ്റ്. അത് അവരുടെ ഗെയിമാണ്. അവിടെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണെങ്കിലും ഒരു പ്രോഗ്ഡായിട്ട് നിൽക്കുന്ന ഒരാള്, അതും ഇയാൾ ഈ കാലമായിട്ട് മാറിയിട്ടില്ല. ഈ 60 ദിവസമായിട്ടും ഇയാൾ ഈ പറഞ്ഞ വീട്ടുകാരെ പറയും, പോടി വിളിയും. ഈ ഷോനവാസിന്റെ ഷോ ഒരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാറും തോന്നുന്നുണ്ട്. ഇല്ല, അയാൾ കൂടുതൽ പ്രോഗ്ഡായിട്ട് വിളിച്ചോണ്ടേയിരിക്കും. അപ്പൊ അതാണ് അവിടെ ലക്ഷ്മിയുടെ ഗെയിമാണ്. എന്ത് കസാലട്ട് അവിടെ പോയിരിക്കലും പിന്നെ അവിടുന്ന് മാറല അറിയും. ഇന്ന് പിന്നീട് കാണിച്ചത് ഭയങ്കര വളരെ മോശമായി. വളരെ മോശം. ഒരു മാസം ഷാനവാസിനെ വിചാരിച്ചപ്പോ പുറത്തെല്ലാം മാസം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പറഞ്ഞേ പ്രോമാക്സ് ജിൻഡോ കളിച്ചതാണ് ഷാനവാസ്. ഗെയിമിനൊക്കെ നല്ലതാണ്, അത് വേറെ കാര്യം. ഞാനാണ് ആദ്യം മുതൽ പറഞ്ഞത് ഷാനവാസിന്റെ ഗെയിം ചീപ്പ് ഗെയിമാണ്. ചീപ്പ് ഗെയിം അന്നും ഇന്നും പറഞ്ഞു ഷാനവാസിന്റെ ഗെയിം ചീപ്പ് ഗെയിമാണ്. മനസ്സിലായോ? ചീപ്പ് ഗെയിം. അത് കളിച്ചു കഴിഞ്ഞാൽ എവിടേക്കോ നമുക്ക് അയാളെ ഇമോഷണലി ഹെൽത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കണക്ട് ആയി എന്നല്ലാതെ അല്ലാത്ത പക്ഷെ അയാൾ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ വെരി ചീപ്പ് ഗെയിം. വെരി ചീപ്പ് എന്ന് പറഞ്ഞാൽ വെരി ചീപ്പാണ്. അയാളെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് അയാളെ ചെയ്തികൾ അതിന്റെ ഇടയ്ക്ക് ലക്ഷ്മിനെ പിന്നെയും മറ്റേ സംഭവം ഇട്ടു. അതിലനുവറിന്റെ കാര്യം അമ്മ പറഞ്ഞു കാര്യം വീട്ടുകാരെ പറയാ. വീട്ടുകാരെ പറയൽ തന്നെയാണ്. ലക്ഷ്മിന്റെ ഹസ്ബൻഡിനെ പറയാ, പിന്നെ മറ്റേ എല്ലാരെയും. അതിന്റെ ഇടയ്ക്ക് അനുമോള് പറയാ, അനുമോളുടെ വീട്ടുകാരും പറയാ. അനുമോള് അതിലും വലിയ ഐക്കോണിക് സാധനം. അനുമോൾ അവിടെ ഇരുന്നിട്ട് എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ വീട്ടുകാരൊക്കെ പറയുന്നത്? അത് മോശമല്ലേ? എന്നിട്ട് ആ എപ്പിസോഡിന്റെ ലാസ്റ്റ് പോണ സമയത്ത് ആ എന്റെ ഭാര്യയോട് പോയി എന്താ അനുമോളെ? എനിക്ക് അനുമോളുടെ ഡയലോഗ് ഒക്കെ ഇഷ്ടം. സീരിയല് വലിയ തേങ്ങയില്ല, വലിയ ഡയലോഗ് അടിക്കും. അനുമോളിന്റെ ഗതികളെ ഞാൻ ആലോചിക്കുന്നത്. അനുമോൾ എന്താ പറഞ്ഞു മറന്നു കൊണ്ടുപോകുന്നുണ്ട്. അനുമോൾ അവിടെ ഇരുന്നിട്ട് നന്മവരെ കളിച്ചു. ആദിലാനോറേന്റെ എന്താ അയാള് അനുമോളിക്ക് രസം തോന്നിട്ട് കോമഡി പീസാണ്. കോമഡി പീസാണ്. അപ്പൊ അങ്ങനെ ജയിലിൽ നിന്നുള്ള അടിയല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് മെയിൻ സാധനം. ഷാനവാസിന്റെ കള്ളത്തരം കിട്ടുന്ന സാധനം. അല്ല, ഷാനവാസ് എന്നിട്ടും വീട്ടിനകത്ത് കേറിയതിന് ശേഷം കാണിക്കുന്നത് ഇയാളെ വയസ്സിന് ആ മെച്ചുവർ അല്ല മാസം കാണിക്കുന്നത്. എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടാവും പുറത്തെല്ലാം മാസാണെന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. വെറും ശോകമാണ്. ആദിലാനോട് ഈ കാര്യം മനസ്സിലായി. അതിനെ വളരെ കൃത്യമായിട്ട് നൂറിനോട് പിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ അവര് തമ്മിൽ ചെവി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആദില കറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് ഷാനവാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നാളെ ആദിലേനെയും കുത്തും. അതാണ് ഷോനവാസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ലക്ഷ്മിനോട് കാണിക്കാൻ ചീപ്പ് ഷോപ്പിന് ഇങ്ങനെ കാണിക്കുന്നത് എന്തൊക്കെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിലാണ് കാണിക്കുന്നത്. കാണിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഷാനവാസിന്റെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും വെടൽത്തരം ഒപ്പിക്കും, വെടൽത്തരം വിളിച്ച് പറയും. പറഞ്ഞതിന് ശേഷം ആൾക്ക് കൂട്ടാൻ വേണ്ടിട്ട് ആ രണ്ട് മറ്റേ ആടണ കസാലയിൽ പോയിരിക്കും, ഊഞ്ഞാലും പോയിരിക്കും. ഒനിയിലൊരു സൈഡിൽ ഇയാളൊരു സൈഡിലേക്ക് അക്ബറോടെ കേട്ടിരിക്കും. സ്ഥിരം പരിപാടിയല്ലേ ഇത്. ഈ സീസണിന്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ്. ഷോനവാസ് എന്തെങ്കിലും വള്ളി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി 4 ആളെ വിളിച്ചു കൂട്ടി അവരെയും കൂടി ബ്രെയിൻ ഫെയ്ഡ് ആവുന്ന രീതിയിൽ സംസാരിച്ചു. അക്ബർ പിന്നീട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതായിരുന്നു ആ വിഷയം ഉണ്ടായപ്പോ. തിരിച്ചിവിടെ വന്നിട്ട് എന്തായി? അക്ബറിനെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത്, അങ്ങനെ ഒരാൾ മാനിപ്പുലേറ്റ് ആവുക വേണ്ടതുള്ള ഒരു വ്യക്തിയുടെ താല്പര്യമാണ്.
എന്താണെങ്കിലും അല്ല കാരണം രണ്ടുപേർക്കും കണ്ടിട്ടില്ല, രണ്ടും അതെ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരാള് ഇതിനെല്ലാം ഒറ്റ ആളിത് കണ്ടിട്ടുള്ളൂ, അനീഷ്. അനീഷ് ഇവൻ ക്യാമറ കണ്ടില്ലേ അനീഷ്? അതിപ്പോ ഇന്ന് ചോദിച്ചാല് വല്ല ഉണ്ടെങ്കിൽ പറയൂ. ഇന്ന് കണ്ടോ അനീഷ് ജയിലിൻ്റെ ഉള്ളിൽ ഒന്നും മിണ്ടിയില്ല. അനീഷ് എന്താ പറയാ, അത് അനീഷിന്റെ ബുദ്ധി. അതായത് ഒരു സൈഡിൽ ഒരുത്തം നിന്ന് അളിയുമ്പോ അപ്പുറത്തൊന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അയക്ക് എന്ത് കിട്ടും, കൂടുതൽ ക്രൗഡിനെ കിട്ടും. കൂൾ ആൻഡ് കാം ആൻഡ് കമ്പോസ്ഡ്, മനസ്സിലായോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനീഷ് സ്കോർ ചെയ്തു. ഇവിടെ അനീഷ് മിണ്ടാതിരുന്നു സ്കോർ ചെയ്തു. കാരണം എന്താ അറിയോ, സാധാരണ അനീഷ് ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്, കാരണം മാവ് എടുത്തെറിഞ്ഞതിനൊക്കെ. എന്നാലും ഞാൻ ആലോചിക്കുക, ഷാനവാസിന്റെ ഒരു എക്സ്പ്ലനേഷൻ എക്സ്ട്രീം ലെവൽ. അല്ല ഞാൻ എറിഞ്ഞതല്ല, ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ എന്താ ഷാനവാസേ, എന്റെ ഷോ ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് കാണുന്നതല്ലേ, അല്ലെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാവില്ല ആൾക്കാർ കാണില്ലേ. ആ ഷോനവാസ് സ്വന്തം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ, കംപ്ലീറ്റ്ലി. ഷോനവാസ് ആ ഒരു മേക്ക് ഓവർ നടത്തിയോട് കൂടിയിട്ട് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആവുകയാണ്. എക്സ്പോസ്ഡ് ഇൻ സെൻസ് വളരെ അല്ലെ മോശമായ രീതിയിലാണ് എക്സ്പോസ്ഡ് ആവുന്നത്. എന്താണെങ്കിലും ലക്ഷ്മിയുടെ എക്സ്പ്ലനേഷൻ പോണേ ലക്ഷ്മിന്റെ അടുത്ത്. ലക്ഷ്മിക്ക് ഞാൻ പിടിച്ച മൊബൈലിന് 10-9 നടക്കുന്ന ടീമാണ് ലക്ഷ്മിന്റെ അടുത്തൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കോംപ്രമൈസിനോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഷാനവാസിന് അതാ വേണ്ടത്, ഒരാളും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞ കേൾക്കണം, വിശ്വസിക്കുന്ന രീതിയിലാണ്. പക്ഷെ ആ ഭാഗം കേട്ടു, ബിന്നിന്റെ ഭാഗം കേട്ടു, ലക്ഷ്മിന്റെ ഭാഗം നെക്സ്റ്റ്, അത് നോക്കേണ്ട കാര്യമില്ല. അല്ല ലക്ഷ്മിയായിട്ട് വള്ളി പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഷാനവാസ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ലക്ഷ്മിയുടെ പിന്നാലെ തന്നെ ഷാനവാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഷോനവാസിന്റെ ഷോകൾ കൊണ്ട് കാട്ടവരാതം കണ്ട് മടുത്ത് വെറുത്തിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടത്. വളരെ വളരെ ഭാഗ്യം വലിയ രീതിയിൽ അങ്ങോട്ട് ഇന്നത്തെ ലൈവ് കാണാതിരുന്നത്. അതുകൊണ്ട് കഴിച്ചിലായി മക്കളെ. ഇത് ലൈവിലും കൂടി കണ്ടിരുന്നുണ്ടെങ്കിൽ എങ്ങനെ ബീപ്പടിക്കാതിരിക്കാൻ. ഷോനവാസ് ഇരുന്ന് വീട്ടുകാരെ പറഞ്ഞോണ്ടിരിക്കും. പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്, 2 ആൾക്കാർ 2 സൈഡിൽ നിന്ന് പറഞ്ഞു. മലപ്പുറത്തിനും പറയുക 2 സൈഡിൽ നിന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചെയ്ത ആക്ട് മോശമാണ്. ഏതാ ഫുഡ് കഴിക്കാൻ ഇതേ ഷാനവാസ് ഫുഡിനെ കുറിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് നടന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ചെയ്യാത്തയാണ്, ഞാൻ തട്ടിടുന്നൊക്കെ ചോദിച്ച ഷാനവാസിന്റെ കൈയാണ് തട്ടി വീണെന്നുള്ളത് ഇതും അതന്നെ. ഷാനവാസിന് സംഗതി ഷാനവാസ് അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട ആളല്ല എന്നുള്ളത് ലക്ഷ്മിനോട് പൊടി പൊടി ഒരാളെ അടി പൊടി വിളിക്കാൻ പറ്റുന്ന. അതെന്താ ഒന്നാമത് ഇവരുടെ ഉള്ളില് ബിന്നി ഒരു കുത്തിത്തിരിപ്പെന്നുള്ള അറിയാം, അതുകൊണ്ടാണ് ബിന്നി പറഞ്ഞവർ അധികം വിശ്വസിക്കാത്ത. ഇപ്പൊ കണ്ടു പെട്ടെന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ വിശ്വസിച്ചത്, എന്നിട്ടാണ് അക്ബറിന് ഷാനവാസ് ഇന്ന് ബാക്കിന്ന് കുത്തുന്നത്. അക്ബർ എല്ലാം വിശ്വസിക്കും, പാവം. ഓക്കെ ഗൈസ് അല്ലേ, പരിപാടികൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത നാളത്തെ പരിപാടി ഞങ്ങൾ കുറച്ച് നേരത്തെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം അല്ലേ. എപ്പിസോഡ്